ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കലുകളൊന്നുമില്ലാതെ നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും ഈർപ്പവും നൽകുന്ന ഒരു അടിപൊളി കറ്റാർവാഴ സോപ്പാണ്. ആലുവേര സോപ്പ് വീട്ടിൽ തന്നെ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ 100% നാച്ചുറലായി വളരെ കുറഞ്ഞ ചിലവിൽ ഇത് നമുക്ക് ചെയ്തെടുക്കാം. ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനായി സോപ്പ് ബേസായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 2 പിയേഴ്സ് സോപ്പാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഫ്രഷായി പറിച്ചെടുത്ത കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ട് അതിൻ്റെ വശങ്ങളിലെ മുള്ളുകളൊക്കെ മാറ്റി ചെറുതായി നുറുക്കി നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം കറ്റാർവാഴ ജെൽ അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സോപ്പ് ബേസായി വേണ്ടത് പിയേഴ്സ് സോപ്പാണ് എന്ന് പറഞ്ഞല്ലോ. അത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കണം. ഇനി ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിനു മുകളിൽ മറ്റൊരു പാത്രം വെച്ച് ഈ സോപ്പ് കഷ്ണങ്ങൾ അതിലിട്ട് നന്നായി ഉരുക്കിയെടുക്കാം. നേരിട്ട് തീയിൽ വെച്ചാൽ സോപ്പ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത്. സോപ്പ് പൂർണ്ണമായും ഉരുകിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഫ്രഷ് കറ്റാർവാഴ ജെൽ അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. രണ്ടും നല്ല പോലെ മിക്സ് ആയ ശേഷം ചൂടോടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോപ്പ് മോൾഡിലേക്കോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രങ്ങളായാലും മതി, അതിലേക്കും നമുക്ക് ഒഴിച്ചു വെക്കാം. ഇനി അത് നന്നായി കട്ടയാവാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ സോപ്പിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കണ്ടോ, ഒരു ചെറിയൊരു പതപതമായിരിയുള്ളൊരു ചെറുതായിട്ടൊരിത് മേലെ ഉണ്ട്. നല്ലവണ്ണം ഉണങ്ങിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് നേരം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്തു നോക്കിയിട്ട് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. കുറച്ച് നേരം കൂടി നമുക്ക് വെച്ച് നോക്കാം. 1 മണിക്കൂറും കൂടി കഴിഞ്ഞ് നോക്കിയപ്പോൾ പതയൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റിയിട്ട് ഒരു ബലമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ്. നമുക്കിതിനി ഒരു ഓവർനൈറ്റ് വെക്കാം. നേരം വെളുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം കേട്ടോ. ഇതിൽ കൂടുതൽ കറ്റാർവാഴ ജെല്ല് ചേർത്തത് കൊണ്ട് തന്നെ ഇത്തിരി ബലമായിട്ട് ഉണങ്ങി കിട്ടാൻ താമസം പിടിക്കും. പിറ്റേ ദിവസമായപ്പോഴേക്കും നമ്മുടെ സോപ്പിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. സോപ്പ് ബേസിൽ നിന്നും അതിൻ്റെ അരികൊക്കെ ഒന്ന് നമുക്ക് പതുക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ ഇതാക്കിയെടുക്കാം. ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കയ്യിൽ ഇത് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ കൊട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ ഫോണ് ഒരു ഭാഗത്ത് വെച്ചിട്ട് കൊട്ടാമെന്ന് വിചാരിച്ചു. ഇതാ നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. മോഡിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ കറ്റാർവാഴ പിയേഴ്സ് സോപ്പ്. ഇപ്പോൾ നമ്മുടെ സോപ്പ് നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. മോൾഡിൽ നിന്ന് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന പിയേഴ്സ് സോപ്പിൻ്റെ ഗുണവും ഒപ്പം ഫ്രഷ് കറ്റാർവാഴയുടെ നന്മയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിൻ്റെ കറുത്ത പാടുകൾ മാറ്റാനും തിളക്കം കൂട്ടാനും ഇത് വളരെ നല്ലതാണ്. എല്ലാവരും തീർച്ചയായും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം. നമുക്ക് 2 പിയേഴ്സ് സോപ്പ് ഉപയോഗിച്ചിട്ട് 6 കറ്റാർവാഴ പിയേഴ്സ് സോപ്പാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. ഇത് നല്ലവണ്ണം ഇപ്പോഴും ഉണക്കമായിട്ടില്ല, എന്നാലും ഉണക്കമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടിയൊക്കെ വെയിലത്തൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. ഒരു ഭാഗത്ത് വീട്ടിൽ തന്നെ
എവിടെയെങ്കിലും വച്ചാൽ മതി. അത് ഒന്നും കൂടി ഡ്രൈ ആയിക്കോളും. അപ്പോൾ നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ അടിപൊളി ഒരു സോപ്പാണ് കേട്ടോ ഇത്. പിയേഴ്സിൽ തന്നെ ഗ്ലിസറിനൊക്കെ കൂടുതലുണ്ട്. അതിലൂടെ നമ്മുടെ കറ്റാർവാഴയും കൂടി ചേരുമ്പോൾ നമ്മുടെ സോപ്പ് 100% ക്വാളിറ്റി ഉള്ളതാവുകയാണ്. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളുടെ ശരീരത്തിലുള്ള പാടുകളും കലകളും ഒക്കെ മാറിക്കിട്ടാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പിന്തുണക്കണേ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. വാൾ